നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിനെ അടിച്ചൊതുക്കി റെഡിയാക്കി പെട്ടിയിലാക്കിയാൽ ഒരുപക്ഷെ കോൺഗ്രസ് അടങ്ങും, ഭയക്കും എന്നുള്ള തെറ്റായ വിചാരം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു പോവുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ പറയുന്ന രാത്രിയിൽ സന്ധ്യ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ. ഷാഫി പറമ്പിൽ ഒരു MP ആണ്, വെറും ഒരു സാധാരണക്കാരനായ നേതാവല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരനായ നേതാവിനെ അടികിട്ടിയാലും പ്രശ്നം തന്നെയാണ്. എന്നാലും ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടത്, അദ്ദേഹത്തെ തെരുവിൽ നേരിടുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു അടി മാറിക്കൊണ്ടിരുന്നുവെങ്കിൽ ഷാഫി പറമ്പിൽ ഇന്ന് ഒരു പക്ഷേ നമ്മളോടൊപ്പം ഇപ്പോൾ ആ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു നേതാവായി അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു അടി മാറിക്കൊണ്ടാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങനെ അടിച്ച് റൊട്ടിയാക്കാനും വേണ്ടി ഷാഫി പറമ്പിൽ ചെയ്ത തെറ്റെന്താണ്? ശ്രീജ, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ശബരിമല വിഷയം കെട്ടടക്കാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരെയാണ് നോട്ടമിടുന്നത്. നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സന്ദീപ് വാര്യർ ഇങ്ങനെ പ്രധാനപ്പെട്ട വീര്യമുള്ള നേതാക്കന്മാരെ ചൂസ് ചെയ്ത് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇവർക്ക് മാറ്റി നിർത്തണം. ഷാഫിയെ അത്ര പെട്ടെന്ന് തുറങ്കലിൽ അടയ്ക്കാൻ അവർക്ക് പറ്റില്ല. പിന്നെ കിട്ടുന്ന ആയുധം ഉപയോഗിച്ച് തരിപ്പണമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം 5 ദിവസത്തെ ഹോസ്പിറ്റൽ റെസ്റ്റ് മാത്രമല്ല, ഇനി അങ്ങോട്ട് തുടർ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ തുടർ റെസ്റ്റുകൾ അദ്ദേഹത്തിന് ആവശ്യമാണ്. അദ്ദേഹത്തിന് ഒരു പ്രതിഷേധത്തിനോ ഒന്നിനും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറ്റി. ഷാഫി എന്താണ് എന്നുള്ളത് പലപ്പോഴും CPM കണ്ടിട്ടുള്ളതാണ്. ഷാഫിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴെല്ലാം യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ആ പ്രകടനം കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഈ DYFI പോലുള്ള സംഘടനകൾ പോലും ഒന്ന് അമ്പരക്കുന്ന രീതിയായിരുന്നു. ഷാഫി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാവമാണ്, പ്രത്യേക ആരാധനയാണ് ജനങ്ങൾക്കുള്ളത് ഷാഫിയോട്. അപ്പോൾ ഷാഫിയെ എങ്ങനെ ഒതുക്കും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കാം ഈ ഒരു പ്രകോപനം സൃഷ്ടിച്ച് ഷാഫി അവിടെ വരുത്തിയത്. ഷാഫി ഇന്നലെ കൊയിലാണ്ടിയിൽ ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യോഗം, മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു യോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇത്തരത്തിൽ ഉണ്ടായി എന്നറിഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് നിർത്തലാക്കാൻ തൻ്റെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ തൻ്റെ അണികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി MP അവിടെ എത്തിയത്. പക്ഷേ അത് കൈവിട്ടു പോയ രീതിയിൽ മനഃപൂർവ്വമായിട്ട് പോലീസ് ഒരു പ്രകോപനം ഉണ്ടാക്കി അവിടെ പ്രതിഷേധിക്കുകയായിരുന്നു. ഇന്നലെ എനിക്ക് അതിശയോക്തി ഉണ്ടായത് സൈബർ ഇടങ്ങളിലെ ഷാഫിക്കെതിരെയുള്ള അറ്റാക്കായിരുന്നു. ഈ ഷാഫിക്ക് ഇത്തരത്തിലുള്ള ഇത് വരുന്നു. ഷാഫി ആ മൂക്കിൽ ബ്ലഡ് വന്ന ആ ഒരു സമയത്ത് തന്നെ പറയുന്നുണ്ട്, ശബരിമല വിഷയം അങ്ങനെ കെട്ടടപ്പിക്കാം എന്ന് ആരും ശ്രമിക്കേണ്ട. അത് ഷാഫിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഷാഫിയെ തകർത്തുകൊണ്ട് ഈ വിഷയം ഒന്ന് അമർച്ച ചെയ്യണം എന്നുള്ള മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കി. കാരണം നമുക്കറിയാം, ഇപ്പോൾ കോളേജ് യൂണിയൻ ഭാരവാഹി നിർണയം ഒക്കെ നടക്കുന്നുണ്ട്, ചെയർമാൻ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും അത് കുട്ടികൾ തമ്മിലുള്ള വിഷയം അവിടെ അങ്ങ് തീരുന്നതാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് CPM അത് ഏറ്റെടുത്തത്, എന്തുകൊണ്ടാണ് DYFI അത് ഏറ്റെടുത്തത്? അത് വലിയ വിഷയത്തിലേക്ക് KSU കുട്ടികളെ പ്രകോപിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് മാറ്റി. അപ്പൊ ഇതിലൊരു മനഃപൂർവ്വമുള്ള ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്നലെ ഷാഫി ആ ഒരു ലൈവ് അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ തന്നെ നിരവധി ട്രോളുകളാണ്. അതായത് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്ന തരത്തിൽ ഷാഫിയുടെ പിക്ചറൊക്കെ അടക്കം അങ്ങ് പ്രചരിക്കുകയാണ്. ഇത് മഷി കൊണ്ടുവന്ന് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ്, ഇത് മഷി ഒഴിക്കുന്നത് കണ്ടോ, തുവാല തുമ്മിയപ്പം എങ്ങനെയാണ് ഇത്രയും ബ്ലഡ് വന്നത്, ഇതിനകത്ത് ആ തുവാലയ്ക്കകത്ത് നേരത്തെ ബ്ലഡ് കേട്ടിന്ന്, ഇവൻ വ്യാജനാണ്, ഇവൻ ആക്ടിങ് ആണ്, ഇവന്റെ നാടകമാണ്, ഇങ്ങനെ പറഞ്ഞുള്ള ഇതായിരുന്നു. ഇവന്റെ പ്രവർത്തകർ തന്നെയായിരിക്കും ഇവനെ മൂക്കൊളിപ്പിച്ച് അടിപ്പിച്ച് അവൻ ഇത്തരത്തിലുള്ള ഇത് സൃഷ്ടിച്ചത്. അവന് നിലവിലുള്ള എന്തോ ഇതിൽ നിന്നും വ്യതിചലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ എന്ന് വെച്ച് വളരെ ആക്ഷേപം നിറഞ്ഞ ട്രോളുകൾ. അങ്ങനെയാണെങ്കിൽ നിനക്ക് 2 കൂടെ കിട്ടണോടാ, ഇങ്ങനെ തരത്തിൽ സത്യം പറഞ്ഞാൽ അന്തം കമ്മി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് പറയാം. അത്രയ്ക്കുള്ള രീതിയിൽ ഒന്ന് ചിന്തിക്കും. ഇതിൽ എനിക്ക് ഏറ്റവും അതിശയോക്തിയുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെയുണ്ട്. ഷാഫിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് പോലുള്ള വ്യക്തികൾക്ക് ശബരിമല വിഷയവുമായിട്ട് ഇടപെടേണ്ട കാര്യമില്ല. പാർട്ടി വേണ്ട എന്ന് തീരുമാനിച്ച് ഇടപെടത്തില്ല. പക്ഷെ ഒരു സമുദായത്തിൽ അല്ലെ ഒരു മതവിശ്വാസികൾക്കെതിരെയുള്ള ഒരു കള്ളത്തരം അവിടെ വന്നപ്പോഴാണ് ഒരു പ്രതിപക്ഷം ഉള്ളത് കൊണ്ടല്ലേ അത് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉള്ളത് ഒന്ന് ചിന്തിക്കുക ഈ പ്രേക്ഷകരൊക്കെ. മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉള്ളത് കൊണ്ട് മാത്രമാണ് ശബരിമല വിഷയം ഇത്രയും വലിയൊരു വിഷയമാക്കി മാറ്റി. അല്ലെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ ഈ പറയുന്ന വർഷങ്ങളോളം ഈ കൊള്ള നടന്നുകൊണ്ടേയിരിക്കും, തലമുറകളോളം നടന്നുകൊണ്ടേയിരിക്കും. അതിന് തടയിട്ടത് ഒരുപക്ഷെ പ്രതിപക്ഷം. അത് ഞാൻ BJP ഉൾപ്പെടെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വിഷയം വരുമ്പോൾ അതിനെ അടിച്ചൊതുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ CPM കാണിക്കുന്നത്. അവരുടെ ഭാഗത്ത് 100% തെറ്റുണ്ട്. അത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ
അത് താൽക്കാലികമായിട്ട് ഒരു അന്വേഷണം അല്ലെങ്കിൽ ആശ്വാസമായിട്ട് മറ്റുള്ള ഉദ്യോഗസ്ഥരിലേക്ക് കൺവെർട്ട് ചെയ്തു, അവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി. പക്ഷേ ഷാഫിക്ക് നേരെയുള്ള ഈ ഒരു ആക്രമണം ഞാൻ മെനങ്ങാനും ഇന്നലെയൊക്കെ ചർച്ചയിൽ പറഞ്ഞതുപോലെ നോക്കിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ മുൻനിരയിലുള്ള നേതാക്കന്മാരെ തൂക്കി വാരി ഇവരകത്തിടും, അല്ലെങ്കിൽ തൂക്കി വാരി ഇവര് മാറ്റുന്ന തരത്തിലേക്ക് മാറും. അങ്ങനെ ഒരു കുറച്ച് ദിവസത്തേക്ക് ഇത് മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നം കൺവെർട്ട് ചെയ്ത് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുമെന്ന് അച്ചിട്ടായിട്ട് ഞാൻ 2 ദിവസമായിട്ട് ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതുപോലെ സംഭവിച്ചു. ഷാഫിക്ക് നേരെയാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായത്. കാരണം ഷാഫി അത്ര പെട്ടെന്നൊന്നും സന്ദീപ് വാര്യയെ തുറങ്കിൽ അടച്ചോണ്ടൊന്നും MBA കൊണ്ടൊന്നും അടയ്ക്കാൻ പറ്റില്ല. ഇനി അടുത്തത് വീണ്ടും വരും, അടുത്ത നേതാക്കന്മാർ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നിരവധി BJP നേതാക്കന്മാരാണ്. ഇവർക്കെതിരെ എന്നാ പ്രതിഷേധമുണ്ടായല്ലോ, എന്താണ് അടി കൊടുക്കാത്തത്? അന്നാ വിവരം അറിയാം. അത് ഇന്നലെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞു, ഞങ്ങളുടെ നേരെ ഇപ്പൊ കയ്യോങ്ങിയത് ഇരിക്കട്ടെ, വിവരം അറിയുക തന്നെ ചെയ്യുമെന്ന്. കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ യൂത്ത് കോൺഗ്രസിലെ മെനങ്ങാന്ന് നടന്ന സംഭവത്തിൽ തൂത്തുവാരിയിട്ട് അടിക്കുന്നത് കണ്ടു. അപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേരെയും ഒരു MBA പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു MPക്ക് നേരെ പോലും കൈ ഓങ്ങത്തക്ക രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് ഇത്തരത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു. ഇന്നലെ വരെ അവർ പറഞ്ഞേ അങ്ങനെ ഒരു ഇത് നടന്നിട്ടേ ഇല്ല, ലാത്തി ചാർജ് നടന്നിട്ടേ. ഇന്ന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ നിരവധി എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടു. കണ്ടം പിണ്ടം ഷാഫി അടിക്കുന്നതാണ്. ഒരു എന്താ പോലീസുകാരൻ അറിഞ്ഞൂടെ MP ആണെന്ന്? അതായത് ആ ടിയർ ഗ്യാസ് പുറത്ത് വിട്ടതിന് ശേഷം അപ്പൊ അത് കുറച്ച് ആൾക്കാർ കാണത്തില്ല, ചിന്നിച്ചിതറിപ്പോവും. പക്ഷെ ഇവര് വിചാരിച്ചില്ല മാധ്യമങ്ങളുടെ കണ്ണുകൾ അപാരമാണെന്ന്. ഷാഫിയുടെ നേരെ മാധ്യമങ്ങളുടെ കണ്ണുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൂരെ നിന്നെങ്കിലും അവർക്ക് ആ ഒരു വിഷ്വൽ കിട്ടിയത്. അപ്പൊ നമ്മൾ ആ അടിക്കുന്ന അടി കാണണം, ചിഹ്നമാണ് അടിക്കുന്നത് എന്ന് വെച്ചാൽ മണ്ടക്കിട്ടാണ് അടിക്കുന്നത്. കാരണം ഇപ്പോഴെങ്കിലും പുറത്തിറങ്ങരുത് എന്നുള്ള രീതിയിൽ. അതാണ് ഇന്നലെ ഷാഫിക്ക് നേരെ. ഇത് ഇന്നലെ എന്താണ് ചെറിയൊരു വിഷയമാണ്. സംഗതി എന്താണ്, പേരാമ്പ്ര ഗവൺമെന്റ് CKG കോളേജിലെ ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പ്. അതിലെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരി KSU ആണ്. അതിൽ യൂണിയൻ വർഷങ്ങളായിട്ട് CPMന്റെ SFIയുടെ തേരോട്ടം ഉണ്ടായിരുന്ന കോളേജിൽ KSU പ്രവർത്തകർ ജയിച്ചു. അതിന്റെ ആഹ്ലാദ പ്രകടനം പോലും നടത്താൻ SFI പ്രവർത്തകർ സമ്മതിച്ചില്ല. തുടർന്ന് എന്ത് ചെയ്തു, അവര് പിറ്റേന്ന് ഇവര് തമ്മിൽ SFI പ്രവർത്തകർ ഇങ്ങോട്ട് വന്ന് ഇവരെ ഉപദ്രവിക്കാനും അടിയും പിടിയും പ്രതിഷേധമൊക്കെ ആയി. അതിന് തുടർന്നായിട്ട് പിറ്റേ ദിവസം ഹർത്താലായി. ഹർത്താലിന് ശേഷം എന്ത് ചെയ്തു, വൈകുന്നേരം CPM പ്രവർത്തകർക്ക് പ്രകടനം നടത്താൻ അനുവാദം കൊടുത്തേക്കുന്നു പോലീസ്. എന്നിട്ട് അതിനുശേഷം ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് പ്രകടനം നടത്തണമല്ലോ. UDF പ്രവർത്തകർ പ്രകടനം നടത്താൻ ചെന്നപ്പോൾ പറയാൻ പറ്റില്ല, CPM പ്രവർത്തകർ നിങ്ങൾക്ക് വേണ്ടി ആയുധവുമായിട്ട് അവിടെ നിൽപ്പുണ്ട്, അതുകൊണ്ട് ക്രമസമാധാന പരിപാലനം എന്നുള്ള രീതി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പ്രതിഷേധക്കാർക്ക്, അതായത് കേസ് അവര് പാർട്ടിക്കാരില്ല, അവരെ നിയന്ത്രിക്കാൻ പറ്റും. അവര് പ്രതിഷേധമായിട്ട് മുന്നിട്ടിറങ്ങി. അതിനിടയിൽ SFI പ്രവർത്തകർ വരുന്നു, തമ്മിൽ തല്ലാവുന്നു. ഇതിനിടയ്ക്ക് ഇത് ആ സമയത്ത് ഇവരൊക്കെ മറ്റേ ശബരിമല വിഷയവുമായിട്ട് നിൽക്കുകയാണ്, ഈ ഷാഫി ഉൾപ്പെടെ. ഇത് പ്രതിഷേധക്കാരെ അല്ലെങ്കിൽ ഈ പറയുന്നോണം തങ്ങളുടെ അണികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്ന ആ പാവം പിടിച്ചവന് താനക്കും പിനക്കും അടി കിട്ടി. അപ്പൊ ഇത് ആര്, ഷാഫി ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കത്തക്ക രീതിയിൽ ഈ ഒരു സാധാരണ കുട്ടികളുടെ ഒരു വിഷയം ഇത്രയും വലിയ ഈ ഒരു തരത്തിലാക്കിയത് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കും. ഇത് പോലീസിന് അടിച്ചൊതുക്കാൻ പറ്റുന്നതായിരുന്നു. ഒരു പക്ഷെ SFI പ്രവർത്തകർ ആ പ്രകടനം നടത്താൻ, ആരും പ്രകടനം നടത്തരുത് എന്ന് ഒരു പക്ഷെ പോലീസ് അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു ക്രമസമാധാനം അവിടെ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഒരു ഹർത്താൽ നടക്കുകയും പിന്നാലെ CPM ഒരു പ്രകടനം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നമുണ്ടാകും. ഇത്രയും നാളും പോലീസ് കാക്കി അണിഞ്ഞിട്ട് മാറും. അപ്പൊ ഇത് ആരോ കരുതി കൂട്ടി അവിടെ പ്രകടനം നടത്തട്ടെ, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, ഒരു പക്ഷേ ശബരിമല വിഷയം ഒന്ന് കൺവെർട്ട് ചെയ്ത് അവിടെ MP ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നല്ല തക്ക രീതിയിൽ കൊടുക്കാം എന്നുള്ള തരത്തിൽ തന്നെ ഒരു വേറൊരു തരത്തിൽ. ഇതിപ്പോ 2 ദിവസമായിട്ട് ഹർത്താലും ഇതുമായിട്ട് നടക്കുവാണ്. ഒരു SFI വാണിരുന്ന ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു കോളേജ് KSU തിരിച്ചു പിടിച്ചു. അതിന്റെ പ്രതിഷേധമാണ്, ആ കുട്ടികളുടെ ഇടയിലുള്ള പ്രതിഷേധം. അത് അവിടെ വെച്ച് തീർക്കാനുള്ളതിന് അത് വീണ്ടും അവർക്ക് ഒരു ഇത് ഉണ്ടാക്കി ഇട്ട് കൊടുത്ത് ഈ ജയിച്ചവർക്ക് ആഹ്ലാദ പ്രകടനം നടത്തണ്ടേ? അപ്പൊ അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പോലീസുകാരാണ്. ഇനി അതിന് പോലും കൊടുക്കാതെ അത് CPM ഏറ്റെടുക്കുന്നു. ആരാ ഏറ്റെടുക്കുന്നു? SFI അല്ല, അത് DYFI CPM ഒക്കെ ഏറ്റെടുക്കുന്നു. CPM പിന്നെ എന്തോ ആവുന്നു, അവിടെ പ്രതിഷേധം നടത്തുന്നു. അപ്പം പിന്നെ UDF കൈയും കെട്ടിയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ പ്രകോപനം, കലാപം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോലീസാണ് കൊണ്ട്. ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ചരട് വലികള് എവിടെ നിന്നാണെന്നുള്ള
കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്. അവിടെ ഷാഫിയെ കൊണ്ടുവന്ന് വല വിരിച്ചിട്ടിട്ട് ഷാഫി അവിടെ കൊണ്ടുവന്ന് ഇരുട്ടിലാക്കുമായിരുന്നു. എന്നിട്ട് ഷാഫിക്കെതിരെ ഒരു MP ആണ്, അല്ലെങ്കിൽ എം പിക്ക് കൊടുക്കേണ്ടുന്ന ഒരു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒന്നും ഉണ്ടാവാതെ രക്ഷപ്പെടുത്തേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ചന്നം ചിഹ്നം അദ്ദേഹത്തിന് ഇന്നലെ പെരും. അത് ഒട്ടും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ശരിയല്ല. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ കേരള ചരിത്രം. ഇന്ന് ശിവൻകുട്ടി പറയുന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് അടി കിട്ടും, അങ്ങേരെ അടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങേരുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു MP അത് അന്നത്തെ കാലം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും അത് അങ്ങനെ ആവർത്തിക്കണമെന്നുണ്ടോ? അങ്ങേര് MLA ആയിരിക്കുമ്പോഴും ആയിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുമ്പോൾ സ്വാഭാവികമാണ്. പ്രതിഷേധത്തിനിടയിൽ ചിലപ്പം തല്ലും പിടിയും ഒക്കെ ഉണ്ടാവും. അത് പക്ഷെ നമ്മൾ ഒരാൾക്ക് നേരെ വാളോങ്ങുന്നതും മനഃപൂർവ്വമായിട്ട് ഓങ്ങുന്നതും ആകസ്മികമായിട്ട് സംഭവിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടിതാ. MP ആണെന്ന് അറിഞ്ഞുകൊണ്ട് ചന്നം ചെയ്യാവുന്ന ഒന്നല്ല. അദ്ദേഹത്തിന്റെ മൂക്കിന് രണ്ട് പൊട്ടലാണ് അദ്ദേഹത്തിന് വന്നത്. ഇപ്പോഴും ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നു, ICUയിൽ കിടക്കുകയാണ്. അതേപോലെ തന്നെ തലയ്ക്ക് കിട്ടിയിട്ട് തലയൊക്കെ നല്ല മുഴച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഒരടിയല്ല, ഒന്നും നമുക്ക് ചിലപ്പം ലാത്തി വീശുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇത് ചന്നം ചിഹ്നം മനഃപൂർവ്വം അടിക്കുന്നത് നമുക്ക് ആ വിഷ്വലി കാണാം. അതും ഈ ലാത്തി ഉപയോഗിച്ചുള്ള ഒരു അടി കിട്ടിയ കാര്യം, ഇത് ഈ പോലീസിന്റെ ലാത്തി ഉപയോഗിച്ചുള്ള അടി കിട്ടി എത്ര ആളുകളാണ് ഇപ്പോഴും കിടക്കയിൽ തന്നെ. മാത്രമല്ല ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായി. ഇതേപോലെ ഒരു പ്രവർത്തകന്റെ കണ്ണ് പോയിരിക്കുകയാണ്. അത് ഇന്നലെ വിഷ്വൽ കണ്ട് എനിക്ക് വല്ലാണ്ടായിപ്പോ. കാരണം ഇവിടെ മാംസമൊക്കെ തൂങ്ങി ഫുള്ള് പോയിരിക്കുന്നു. ഇത്രമാത്രം പോലീസ് ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രതിഷേധം നടത്താൻ അത് അതിൽ നിന്ന് പിൻവലിപ്പിക്കുക. നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു കലാപമാണ്, ഈ പോലീസ് ഉണ്ടാക്കി വെച്ച കലാപമാണ്. എന്തിനാണ് ഈ CPM-നെ പ്രതിഷേധം നടത്താൻ അനുവദിച്ചത്, പ്രകടനം നടത്താൻ അനുവദിച്ചത്? എന്തിനാണ് UDF-നെ അനുവദിക്കാതിരുന്നത്? അവിടെയാണല്ലോ പ്രശ്നം വന്നത്. എന്തുകൊണ്ടാണ് ഒരു ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് SFI പ്രവർത്തകരെ അടക്കി നിർത്താത്തത് എന്തുകൊണ്ട്? മാത്രമല്ല SFI DYFI ഗവർണർക്ക് നേരെ ഉൾപ്പെടെ നമ്മൾ ഈ കണ്ടതാണ്. ഈ യൂണിവേഴ്സിറ്റി കോളേജുകളിൽ അവന്മാര് കാണിച്ചു കൂട്ടിയ ബഹളങ്ങൾ കണ്ടാണ് അല്ലേ, നമ്മളൊക്കെ കണ്ടതാണ്. ഏതെങ്കിലും SFI DYFI പ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അവർക്ക് അതും പ്രശ്നങ്ങൾ പറ്റാതെ ഇരിക്കാം, അങ്ങനെയും കൊണ്ടുപോകാനേ അറിയാം. ഒറ്റ DYFI SFI പ്രവർത്തകന് ഈ 10 വർഷത്തിനെ ഞാൻ അധികമായിട്ട് കണ്ടിട്ടില്ല. UDF വല്ല യൂത്ത് കോൺഗ്രസ് എടുത്തിട്ട് അർമാദിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പോലീസുകാരെ എടുത്തിട്ട് ചളുക്കിയിട്ടുണ്ടെന്ന്, ഏതെങ്കിലും പ്രകടനത്തിന് ചളുക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. കാരണം എത്രയോ പ്രകടനം ഈ അടുത്ത കാലത്ത് ഗവർണർക്കെതിരെയും ഇവിടെ യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടതാണ്. മറിച്ച് ജനല് മറിച്ച് അകത്ത് കയറുന്നു, പോലീസ് നോക്കി നിൽക്കുകയാണ്. അപ്പൊ അതിന് തടയിടാൻ പോലീസിന് വയ്യ. അപ്പൊ ഈ ഇരട്ടത്താപ്പ് നയം മനഃപൂർവ്വമായിട്ട് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കി ശബരിമല വിഷയം ഇല്ലായ്മ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ അത് നടക്കത്തില്ല. ഇതിപ്പോൾ ഡബിൾ ആയിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്. ഇനി ഒരു കലാപഭൂമിയായിട്ടാണ് മാറുന്നത്. എനിക്ക് തോന്നുന്നുണ്ടോ ശ്രീജ, യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇതിൽ നിന്ന് മാറുന്നു? ഒന്നാൽ ഷാഫിക്ക് നേരെ അതെ, രാഹുൽ ഉൾപ്പെടെ ഇപ്പോൾ ഇറങ്ങി ഇന്നിപ്പോ ഷാഫിയെ പോയി കണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരിക്കലും അവരെ അമർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആരാണ് തൊടുത്തുവിട്ടത്? ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പോലീസാണ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണമില്ലാതെ അദ്ദേഹം കാണിച്ചു കൂട്ടിയ നാടകമാണിത്. അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാവുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ പ്രകടനങ്ങളും ഒക്കെ നടത്താറുണ്ട്, പക്ഷെ അത് അമർച്ച ചെയ്യേണ്ട പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഈ പ്രകടനം എന്തോ ബാരിക്കേഡ് പിടിച്ച് ഇന്നലെ തന്നെ BJP പ്രവർത്തനം നടത്തി. ഇതിനകത്ത് ബാരിക്കേഡ് പിടിച്ച് എല്ലാവരും കുളിക്കാറുണ്ട്. ഈ ആരും അങ്ങ് അകത്ത് കയറി ഇത് ചെയ്തൊന്നുമില്ല. ജസ്റ്റ് ഒരു പ്രതിഷേധ പ്രകടനം ഒക്കെ നടത്തുക. ഈ ബാരിക്കേഡ് പിടിച്ച് ഇതിന്റെ പേരിൽ അവിടെ നിന്ന ഒരു BJP പ്രവർത്തനെ അറഞ്ചം പുറഞ്ചമാണ് അടിച്ച് അർമാദിച്ച് ഇതാക്കുന്നു. ഒരു പരിധിയില്ല എല്ലാത്തിനും. എന്നിട്ട് അങ്ങ് പിടിച്ചെടുത്തോണ്ട് അങ്ങ് പോവാ. സന്ദീപ് വാര്യരെ ഉൾപ്പെടെ പിടിച്ചിപ്പോ തുറങ്കിലിട്ട് അതുപോലെ ഷാഫിക്ക് ഇന്നലെ അടിയിട്ട് ഷാഫിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നു. അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ തന്നെ ഷാഫിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത്. അതെ, ഇത്തരത്തില് പിണറായിയുടെ ഒരു ഏകാധിപത്യ ഭരണമാണ്. അത് ഒരു പക്ഷെ നിങ്ങളുടെ കുറച്ച് അണികൾ മാത്രം കേൾക്കും. സത്യം പറഞ്ഞ മാധ്യമ പ്രവർത്തകർ പോലും ഇപ്പം കൂടെ നിന്ന മാധ്യമ പ്രവർത്തകർ പോലും ഇപ്പം എന്താണ് തിരിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ്. അത് വിശ്വാസത്തിന് നേരെ നിങ്ങൾ കയ്യോങ്ങിയത്. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും നിങ്ങളുടെ ഭരണകാലത്തുണ്ടായ തട്ടിപ്പും കൊള്ളരുതായ്മയാണ്. അതിന് തക്കതായിട്ടുള്ള ആരൊക്കെയാണ് ഇനി കുറച്ച് ഉദ്യോഗസ്ഥരെ ബലിയാടുകളായിട്ട് അങ്ങ് എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് സർക്കാർ അങ്ങ് കൈയൊഴിയും. ഇതാണ് സംഭവിക്കാതിരിക്കുന്നത്. പക്ഷെ അത് എന്ത് തന്നെയാലും ഇനി ശബരിമലയെ കൈ കടത്താൻ ഒറ്റ CPM-നെ അവിടെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അത് ഒരു പക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഹിന്ദു സംഘടനകൾ അതിനെ ആക്കം കൂട്ടുന്നുണ്ട്. ഒരു സുകുമാരൻ നായരും ഒരു വെള്ളാപ്പള്ളിയും അത് തടയാൻ പറ്റില്ല എന്നുള്ളതാണ്. BJP അതിന് കൃത്യമായിട്ട് ആക്കം കൂട്ടുന്നുണ്ട്. മാത്രമല്ല ശ്രീജ, ഇനിയിപ്പോ യൂത്ത് കോൺഗ്രസ് ഡബ്ലിംഗ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഡബ്ലിംഗ്. അതായത് ഒന്ന് ഷാഫിക്ക് നേരെയുള്ള
കയ്യോങ്ങൽ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണ് ഫുള്ള് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാഴ്ച ഇനി കിട്ടുമെന്നുള്ള അറിയില്ല. കാരണം ഇന്നലെ ഞാൻ കണ്ടതാണ്, അദ്ദേഹത്തിന് ഇവിടെ എല്ലാം മാംസം തൂങ്ങി വല്ലാണ്ട് വികൃതമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. രണ്ടാമത് ഈ പറഞ്ഞ ശബരിമല വിഷയം, ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് മിക്കവാറും ഇത് വലിയൊരു പ്രതിഷേധം കേരളത്തിലേക്ക് ആളിപ്പടരാൻ സാധ്യതയുണ്ട്. ഇത് ഇട്ടുകൊടുത്തത് ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അദ്ദേഹം കൊടുത്ത ഒരു തന്ത്രം, അദ്ദേഹം ഇന്നലെ വാചാലനായിട്ട് ഇരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അത് അദ്ദേഹം പറയുന്നതിനെ ആൻസർ പറയാം, മാധ്യമങ്ങൾ ചോദിച്ചാൽ പറയൂല. മുഖ്യമന്ത്രി എന്താണോ പറയുന്നത് അത് വേണമെങ്കിൽ എഴുതിയെടുത്തോണം. അപ്പൊ അത്തരത്തിൽ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ വാചാലനാകുമ്പോൾ ശ്രദ്ധിച്ചോണം, എന്തോ പണി ഒപ്പിക്കാൻ പോകുന്നു എന്നുള്ളത്. എന്തായാലും മകന് വേണ്ടിയിട്ട് വീണ്ടും ED അന്വേഷണം വന്നിട്ടുണ്ട്, അതൊക്കെ അങ്ങ് മറച്ചു വെച്ചേക്കും, ഇതെല്ലാം അങ്ങ് പൂഴ്ത്തി വെച്ചേക്കുവാണ്. അപ്പൊ ഇതിനെതിരെ തീർച്ചയായിട്ടും ശക്തമായി, കാരണം ഒരു MP ക്ക് നേരെയാണ്. ഇനി ഇത്തരത്തിൽ ഒരു നേതാവിന്, അതിനി നാളെ CPM-ന്റെ MLA ആയിക്കോട്ടെ MP ആയിക്കോട്ടെ, ഇത്തരത്തിൽ UDF ഭരിക്കുവാണെങ്കിൽ ഇവര് കൈയും കെട്ടിയിരിക്കുന്നത്. അപ്പൊ ആർക്കെതിരെയും നമ്മുടെ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടുന്ന പോലീസ് അദ്ദേഹത്തിനെ അടിക്കുക എന്ന് പറയുന്നത് ഒട്ടും അത് നീതിക്ക് യുക്തമായിട്ടുള്ള കാര്യമല്ല. എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നടപടി ഉണ്ടായില്ലെങ്കിൽ വരും മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പ്രവചനാതീതമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ശസ്ത്രക്രിയ കഴിഞ്ഞ ഷാഫിയെ കയ്യിൽ വിലങ്ങണിയിക്കാൻ പുറത്ത് പോലീസ് കാവൽ നിൽപ്പുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ അപ്ഡേഷനുകൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായും മറ്റു വിഷയങ്ങളുമായി കാണാം. നമസ്കാരം.